ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് അറിയോ? നമ്മുടെ നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്താണ്. ഫ്ലോറ എയർപോർട്ട് ഹോട്ടലിലാണ്. ഹോട്ടലിൻ്റെ പേരിലും ഒരു എയർപോർട്ട് ഉണ്ട്. അപ്പോൾ ക്രിസ്മസ് കേക്ക് അന്വേഷിച്ചിട്ട് നമ്മളെന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഒരു കാര്യമുണ്ട്, നമുക്ക് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫിനോട് തന്നെ ചോദിക്കാം. നമുക്ക് ഷെഫിനെ വെൽക്കം ചെയ്യാം. ഹായ് ഷെഫ്. ഹലോ. ഫ്ലോറ എയർപോർട്ട് ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ഷെഫ് മിസ്റ്റർ റോയ് പോത്തനാണിത്. അപ്പം നമുക്ക് ഷെഫിനോട് തന്നെ ചോദിക്കാം. ഷെഫിനോട് ഞങ്ങൾ കുറേ അന്വേഷിച്ച് ഇവിടെ ഭയങ്കര നല്ല ക്രിസ്മസ് കേക്കാണെന്നൊക്കെ അറിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. എന്താണ് ഇവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷൻസ് എന്തൊക്കെയാണ്? ആദ്യം അത് പറയാം. ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ 24th ഈവനിങ്ങിൽ ക്രിസ്മസ് ഈവ് ഉണ്ട്, പിന്നെ 25th ലഞ്ച് ഉണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ടർക്കി, റോസ്റ്റ് ബീഫ്, വളരെ വലിയൊരു ബുഫേ ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ക്രിസ്മസ് കേക്ക്, അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നോൺ ആൽക്കഹോളിക് ക്രിസ്മസ് കേക്കാണ്. അപ്പോൾ കുറച്ച് പേർക്ക് അങ്ങനെ, അതായത് ലിക്കർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് പ്ലം കേക്ക്സ് കഴിക്കില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊരു നോൺ ആൽക്കഹോളിക് ക്രിസ്മസ് കേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതും അത് ഫ്ലോറ ഹോട്ടലിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് ഞങ്ങൾ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതാണ്. ഓക്കെ, അപ്പം ലിക്കർ ഉള്ളതുകൊണ്ട് പ്ലം കേക്ക് കഴിക്കില്ല എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് ഫ്ലോറ എയർപോർട്ട് ഹോട്ടലിലേക്ക് വരാം. ഇവിടെ ആൽക്കഹോൾ ഇല്ലാത്ത പ്ലം കേക്കാണ് റെഡിയാക്കുന്നത്. ഇനി ഞങ്ങളുടെ ബേക്കറിയെ പറ്റി കൂടുതൽ അറിയുവാനായിട്ട് ഞങ്ങളുടെ ബേക്കറി ഷെഫും ഷെഫ് സഗീറുമായിട്ട് നമുക്ക് സംസാരിച്ചാൽ മാത്രം പോരാ, ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ റെസിപ്പി തരും. തീർച്ചയായും ഒരു സ്പെഷ്യൽ റെസിപ്പി നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഷെഫിൻ്റെ അടുത്തേക്ക് പോയാലോ? അങ്ങനെ നമ്മൾ ഫ്ലോറ എയർപോർട്ട് ഹോട്ടലിൽ പേസ്ട്രി ഷെഫ് മിസ്റ്റർ സഗീർ നമ്മുടെ കൂടെയുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ കേക്ക് എന്താണെന്ന് നമുക്ക് ചോദിക്കാം. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഷെഫ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാ ഇൻഗ്രീഡിയൻസും എനിക്ക് ഇവിടെ കാണാം. റെഡിയാണല്ലേ എല്ലാം? അപ്പോൾ ഇന്ന് നമുക്ക് എന്താണ് കേക്ക് നമ്മൾ ചെയ്യാൻ പോണേ? എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ജിഞ്ചർ കേക്ക്. ചോക്ലേറ്റ് ജിഞ്ചർ കേക്ക് സാധാരണ നമ്മൾ ക്രിസ്മസിന് ഈ ജിഞ്ചർ ബ്രെഡും ജിഞ്ചർ ഹൗസ് ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ? തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ജിഞ്ചർ നമ്മൾ ചോക്ലേറ്റിൽ എടുത്തിട്ട് അപ്പോൾ ഒരു ചോക്ലേറ്റ് ടേസ്റ്റും കൂടെ കിട്ടും അല്ലേ? നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലോ? തീർച്ചയായിട്ടും. ഫ്ലോർ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ഇത് സീവ് ചെയ്ത് വെച്ചാണ്. 150 ഗ്രാം ഫ്ലോർ, മൈദയാണ്, റിഫൈൻഡ് ഫ്ലോർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. 50 ഗ്രാം ഓഫ് കൊക്കോ പൗഡർ, 5 ഗ്രാം ഓഫ് ബേക്കിംഗ് പൗഡർ. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് സീവ് ചെയ്ത് വെച്ചു. 50 ഗ്രാം ഓഫ് ആൽമണ്ട്. ആൽമണ്ട് ഇങ്ങനെ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ? അതെ. ശരിക്കും എന്ന് വെച്ചാൽ ഫൈൻ പൗഡർ അല്ല, ക്രംബിൾ പോലെ. അതെ, ഇങ്ങനെ ബ്രെഡ് ക്രംസ് ഒക്കെ പോലെ അല്ല, ചെറുതായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. 50 gram of choco chip. Okay. 150 gram of butter. 150 gram of sugar. Okay. 50 gram of candied ginger candy. Ginger candy crush ചെയ്തെടുത്തത് അത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ജിഞ്ചർ കേക്കാണ് അല്ലേ? അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നും കൂടി പറയാം. മൈദ 150 grams, 50 grams ഓഫ് കൊക്കോ പൗഡർ, 5 grams ഓഫ് ബേക്കിംഗ് പൗഡർ. ഇത് മൂന്നും കൂടിയിട്ട് മിക്സ് ചെയ്ത് സീവ് ചെയ്ത് വെച്ചതാണിത്. പിന്നെ 50 grams ഓഫ് ചോക്കോ ചിപ്സ് ഉണ്ട്. ഇത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലേ? ഇത് ചോക്കോ ചിപ്സ് ആയിട്ട് തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഇത് 50 grams വേണം. പിന്നെ ഷുഗർ 150 grams വേണം. പിന്നെ നമ്മുടെ കാൻഡീഡ് ജിഞ്ചർ, ഇത് 30 grams ആണ് വേണ്ടത്. പിന്നെ ആൽമണ്ട് ക്രഷ് ചെയ്തതാണ്, ക്രംസ് പോലെ ഇങ്ങനെ പൊടിച്ചെടുത്തത്, അത് 50 grams. പിന്നെ ബട്ടർ 150 grams, എഗ്ഗ് 4 എണ്ണം, വാനില എസൻസ് കുറച്ച്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ? തീർച്ചയായിട്ടും. ആദ്യം എന്താണ്? നമുക്ക് എഗ്ഗ് വിപ്പ് ചെയ്ത് ഫ്രോത്ത് ആക്കി എടുക്കണം. അതാണ് ഫസ്റ്റ് ചെയ്യണം. ആദ്യമേ എഗ്ഗാണ് നമ്മൾ. ഇതിൽ ഷുഗർ ഗ്രാജുവൽ ആക്കിയിട്ട് ഫ്രോത്ത് ആക്കി കുറച്ച് സമയം മിക്സ് ചെയ്താൽ മതി അല്ലേ?
ഇപ്പോൾ ഇത് റെഡിയായല്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ആദ്യം ചെയ്തിരിക്കുന്നത് 4 എഗ്ഗ് എടുത്തു, അതിലേക്ക് അത് കുറച്ചൊരു 2 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ചായിട്ട് ഷുഗർ ചേർത്തു. നല്ല ഫാസ്റ്റായിട്ട് തന്നെ ബീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഹൈ സ്പീഡിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തു. കുറച്ച് ഷുഗർ ചേർക്കുക, മിക്സ് ചെയ്യുക. ആ ഷുഗർ ശരിക്കും ഇതായി അലിഞ്ഞ് വരണം, അല്ലാതെ ഷുഗർ അങ്ങനെ കിടക്കരുത്. അപ്പം മിക്സ് ചെയ്തു, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്കിപ്പോൾ ഫ്ലോർ ചേർക്കാം അല്ലേ? ഫോൾഡ് ചെയ്യണം. വെറുതെ മിക്സ് ചെയ്യരുത്, ലൈറ്റായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാനും പാടുള്ളൂ. കുറച്ച് ചേർത്തിട്ടാണോ? അതെ, കുറച്ച് മാസമായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എഗ്ഗ് ഡൗൺ ആയി പോകും. അപ്പോൾ അതിന് നമ്മൾ എഗ്ഗിനെ കഷ്ടപ്പെട്ട് ബീറ്റ് ചെയ്ത് അപ്പാക്കി നിർത്തിയിരിക്കുകയാണ്. അത് ഫോൾഡ് ചെയ്ത് ഡൗൺ ആക്കരുത്. ഇതിലേക്ക് ആൽമണ്ട് പൗഡർ. ഓക്കെ. ഈ കൊക്കോ പൗഡർ നമ്മൾ 50 ഗ്രാംസ് അല്ലേ ചേർത്തത്? അതെ. അതിൻ്റെ നല്ല ഫ്ലേവർ വരും അല്ലേ? കൊക്കോ പൗഡർ ഇത് കേക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം ഇതിന് പുറത്ത് ചോക്ലേറ്റിൻ്റെ ഗണേഷ് കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല യമ്മി ചോക്ലേറ്റ് ടേസ്റ്റ് വരുന്നത്. നമുക്ക് കാൻഡിഡ് ജിഞ്ചർ 30 ഗ്രാം. ഇതിപ്പോൾ ലൈറ്റായിട്ട് മിക്സ് ചെയ്യാൻ മതി. ഇനി നമ്മൾ ഇതിനകത്ത് ബട്ടർ ഇട്ട് ചെയ്യുന്നതുകൊണ്ട് ഇനിയും ഇതിനകത്ത് മിക്സിങ് വരുന്നതുകൊണ്ട് ഒരു മിക്സിങ്ങിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും. ബട്ടർ 150 ഗ്രാം ഓഫ് ബട്ടർ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ മെൽറ്റ് ആയല്ലേ? അതെ, മെൽറ്റ് ആയിട്ടുണ്ട്. 30 സെക്കൻഡ്സ് വെച്ചിട്ടുള്ള സോഫ്റ്റിൻ്റെ ബട്ടർ ആയിരുന്നു. അതുകൊണ്ട് ഫാസ്റ്റായിട്ട് അത് നല്ല മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കത് 30 സെക്കൻഡ്സ് ആണ് മൈക്രോവേവിൽ വെച്ച് മെൽറ്റ് ചെയ്തെടുത്തു. ഇനി അത് ഈ ബാറ്ററിലേക്ക് ചേർക്കാൻ പോവാണ്. ചോക്കോ ചിപ്പാണ് ചേർക്കാനുള്ളൂ. അത് ലാസ്റ്റ് നമുക്ക് ഇറങ്ങും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്കോ ചിപ്പ് പെട്ടെന്ന് മെൽറ്റ് ആവും. ഇത് നമ്മൾ കുറേ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് അങ്ങനെ തന്നെ ഇരിക്കണം. ഏറ്റവും ലാസ്റ്റ് ഇട്ടാലേ ഇത് നമ്മൾ ബേക്ക് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ഇരുന്നോളൂ അല്ലേ? അതെ, ഇത് അതിൻ്റെ കോറിലാണ് പോവുക. ടോപ്പിലിടുന്നില്ല. ടോപ്പിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേണായി പോകും. ബേണാവുന്നൊരു പ്രശ്നമുണ്ട്. ഇതിന് കൂടെ മിക്സ് ചെയ്യുന്നത് കോറിലായതുകൊണ്ട്. അതെ അതെ, ഇത് അവിടെ ഇവിടെ കടിക്കുമ്പോൾ കിട്ടും. കിടന്നോളൂ അല്ലേ? ഓക്കെ. ബട്ടർ ഗ്രാജുവലായിട്ടാണ് ഇതിനകത്ത് ഫോൾഡ് ചെയ്യുന്നത്. ചോക്കോ ചിപ്പ് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡിയായി. ഇതാ കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, മുമ്പത്തെ എപ്പിസോഡിൽ ബട്ടർ പേപ്പർ വെച്ചാൽ ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ എടുക്കാൻ പറ്റും. പെട്ടെന്ന് എടുത്ത് തണുപ്പിക്കുക, പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യുക, അങ്ങനെയുള്ള ആവശ്യങ്ങൾ ബട്ടർ പേപ്പർ നല്ലത്. ബാറ്റർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിന് 180 ടെമ്പറേച്ചറിൽ 35 to 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. ഇത് കുറച്ച് സ്റ്റിഫായിട്ടുള്ള ബാറ്ററാണ്. സ്റ്റിഫാണ്, നോട്ട് മച്ച് സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് അത്ര സോഫ്റ്റ് കേക്ക് അല്ല, ഇത്തിരി ഒരു ബ്രൗണി ടെക്സ്ചർ വരുന്ന ഷെഫ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കേക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ജിഞ്ചർ കേക്കിൻ്റെ ബാറ്റർ റെഡിയായി ടിന്നിലാക്കി ബേക്ക് ചെയ്യാൻ ഷെഫ് കൊണ്ടുപോയി കഴിഞ്ഞു. 180 ഡിഗ്രിയിൽ 35 to 40 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യേണ്ടത്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ജിഞ്ചർ കേക്ക് ബേക്ക് ചെയ്യാൻ കൊണ്ടുപോയി കഴിഞ്ഞു. ആ ബേക്കിംഗ് ടൈമിൽ ഷെഫ് എന്താ പറയുന്നതെന്ന് അറിയോ? നമുക്ക് ആ കേക്കിന് കുറച്ചും കൂടി ഒന്ന് റിച്ച് ആക്കാം. അപ്പോൾ ഒരു ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലൊക്കെ അപ്ലൈ ചെയ്ത് കുറച്ചും കൂടി ചോക്ലേറ്റി ആക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയണ്ടേ? ചോദിക്കാം ഷെഫിനോട്. 1 കിലോ ചോക്ലേറ്റ്. 1 കിലോ ചോക്ലേറ്റ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഡാർക്ക് ചോക്ലേറ്റ്. ഭയങ്കര ടെംപ്റ്റേഷനാണ് ഇത് മുമ്പിൽ വെച്ചുകൊണ്ട്. ഓക്കെ, ഇത് ഈ ബാറിനെ നമ്മൾ ചോപ്പ് ചെയ്തെടുത്തു. ഓക്കെ, പിന്നെ 1/2 kg ഓഫ് ഡബിൾ ക്രീം. 1/2 kg ഓഫ് ഡബിൾ ക്രീമാണ്. ഡബിൾ ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ ആവണ്ട. ഇത് അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. നമ്മുടെ 60% ഫാറ്റ് ഉള്ളതുകൊണ്ടാണ് ഡബിൾ ക്രീം എന്ന് പറയുന്നത്. ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലാണ്. ഓക്കെ,
നമ്മൾ ഫാറ്റ് പെർസെൻറ്റേജ് ഒക്കെ കൂടിയാൽ ഇത്തിരി ടേസ്റ്റിന്റെ പെർസെൻറ്റേജ് കൂടുള്ളൂ അല്ലേ? ചോക്ലേറ്റിന്റെ കൂടെ നല്ല ബിറ്റർ ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. പ്ലസ് റിച്ച്നെസ്സേ ഉള്ളൂ, സ്വീറ്റ്നെസ് ഇല്ല അതിനകത്ത്. ഇനി ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്? അതെ, 50 ഗ്രാം ഓഫ് ബട്ടർ. ഇല്ല, ഷുഗർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതൊരു ഗ്ലോസിനെസ്സിന് വേണ്ടിയിട്ട് 50 ഗ്രാം ഓഫ് ബട്ടർ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. തീർച്ചയായിട്ടും. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുക, മൈക്രോവേവിൽ വയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാം, മൈക്രോവേവിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്യാം. അത് എത്ര സമയം വെക്കണം? 30 to 40 സെക്കൻഡ്സ് മതി. അപ്പോൾ 10 സെക്കൻഡ്സിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ അതെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ ചോക്ലേറ്റ് പെട്ടെന്ന് ബേണായി പോകും. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അതിന് ബിറ്റർ ടേസ്റ്റ് കൂടിപ്പോവും, അതാണ് പ്രശ്നം. തന്നെയല്ല അതിൻ്റെ ടെക്സ്ചർ മാറിപ്പോവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മൊത്തം 30 സെക്കൻഡ്സ് മതി ഈ ചോക്ലേറ്റ് മെൽറ്റ് വരാൻ വേണ്ടിയിട്ട്. മീഡിയം പവറിൽ, ഹൈ അല്ല കേട്ടോ. മൈക്രോവേവ് ചെയ്യുമ്പോൾ മീഡിയത്തിലാണ് വെക്കേണ്ടത്. എന്നിട്ട് 30 സെക്കൻഡ്സ് വെക്കണം. ഇടയ്ക്ക് ഒരു 10 സെക്കൻഡ്സ് എടുത്തിട്ട് 10 സെക്കൻഡ്സ് കഴിയുമ്പോൾ എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെയും വെക്കാം. തീർച്ചയായും. എന്നിട്ട് അതിലേക്ക് 1/2 kg ഓഫ് ക്രീം മിക്സ് ചെയ്ത് ചേർത്തിട്ട് അതേപോലെ തന്നെ നമ്മൾ മൈക്രോവേവ് ചെയ്യണം. അഗെയിൻ ലിക്വിഡ് ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് അൻറ്റിൽ ഡിസോൾവ് ആക്കി എടുക്കുക. അതാണ്. അതുവരെ നമുക്ക് ചിലപ്പോൾ അത് 1 മിനിറ്റ് വരെ വന്നേക്കാം. അത് ഡിപ്പെൻസ് ടെമ്പറേച്ചർ ഓഫ് ക്രീം. അപ്പോൾ ഇതിങ്ങനെ ലിക്വിഡ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെയായിരിക്കും അല്ലേ? തിക്കാവും, സെമി സോളിഡ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ അത് അങ്ങനെ പോർ ചെയ്യാണ്. 10 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം അല്ലേ? ഒന്ന് മിക്സ് ചെയ്തു. 10 സെക്കൻഡ് വെച്ചു. എന്നിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഉരുകി വരുന്നേ ഉള്ളൂ. ഇത് നമ്മൾ മൈക്രോവേവ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഡബിൾ ബോയിൽ ചെയ്യാം. ഡബിൾ ബോയിലാണ് ഈസി മെത്തേഡ്. നമുക്ക് എപ്പോഴും മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ബേണാവൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സേഫ് ആണ്. ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള സംഭവം ഡബിൾ ബോയിലാണ്. ക്വിക്ക് ആയിട്ടുള്ളതാണ് മൈക്രോവേവ്. മൈക്രോവേവ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ചോക്ലേറ്റ് ഉരുക്കിയെടുക്കാം. ഒരു 60% ഇത് ഡിസോൾവ് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റൂം ടെമ്പറേച്ചറുള്ള ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വാം ആക്കിയിട്ട് യൂസ് ചെയ്യാണ് നമുക്ക് ഈസി ആയിട്ട് ഇത് ഡിസോൾവ് ആക്കാനുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഫുള്ളി മെൽറ്റ് ആവണ്ട അല്ലേ? ഇല്ല, ഇതിൽ ക്രീം ഒഴിച്ചിട്ട് വീണ്ടും നമ്മൾ മൈക്രോവേവ് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ ക്രീം ചേർക്കാം. നമുക്ക് 1/2 kg ഓഫ് ക്രീം മതി, 1/2 kg ഓഫ് ചോക്ലേറ്റിന്. അതായത് ഈക്വൽ ക്വാണ്ടിറ്റി. നന്നായി മിക്സ് ചെയ്യാം അല്ലേ? നന്നായിട്ട് മിക്സ് ചെയ്യാം. ക്രീമും ചോക്ലേറ്റും കൂടിയുള്ള ഒരു ഇനി ഒന്നുകൂടെ മൈക്രോവേവ് ചെയ്യാം അല്ലേ? അപ്പോൾ ഫ്രഷ് ക്രീം ചേർത്ത് കഴിഞ്ഞിട്ട് എഗെയിൻ മൈക്രോവേവിൽ വെക്കണം. മീഡിയത്തിൽ തന്നെയാണ് വെക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് ഒരു 1 മിനിറ്റ് എങ്കിലും വെക്കേണ്ടി വരും. അപ്പോഴാണ് ആ ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ട് മെൽട്ടായിട്ട് ഈ ക്രീമും കൂടി നന്നായി മിക്സായി വരുമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കൊരു 1 മിനിറ്റ് മൈക്രോവേവിൽ വയ്ക്കാം. നമ്മൾ ഈ ഫ്രഷ് ക്രീമും ചോക്ലേറ്റും കൂടി ചേർത്ത് മൈക്രോവേവ് ചെയ്യുമ്പോഴുണ്ടല്ലോ, ഇടയ്ക്കൊന്ന് എടുത്ത് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോഴാണ് ബട്ടറും കൂടി ചേർക്കേണ്ടത്. എത്ര 25 ഗ്രാം ബട്ടർ ഇതിൽ ചേർക്കാം. 25 grams ആണ് ബട്ടർ. 1/2 kg ഡാർക്ക് ചോക്ലേറ്റ് ആണ്, പിന്നെ 1/2 kg ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 25 grams ഓഫ് ബട്ടർ. ബട്ടർ ചേർക്കുന്നത് ഗ്ലോസി തിളക്കം കിട്ടാൻ വേണ്ടി. ആ ഒരു ഗ്ലോസി എഫക്റ്റ് കിട്ടില്ലേ? നമ്മൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ കേക്ക് വാങ്ങിക്കാൻ പോകുമ്പോൾ കേക്ക് ഇങ്ങനെ മിന്നിത്തിളങ്ങിയിരിക്കുന്നതാണ് അല്ലേ? അത് അതിൻ്റെ പുറകിലുള്ള ആൾ ബട്ടറാണ്. അപ്പോൾ ബട്ടർ ചേർക്കാം. ഇത് മൈക്രോവേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ചുമ്മാ അങ്ങ് മാറ്റി വെച്ചാൽ മതി. കുറച്ച് സമയം അവിടെ റെസ്റ്റ് ചെയ്യട്ടെ, കേക്ക് ബേക്കായി വരാനുള്ള സമയം. അപ്പോൾ ഷെഫ് പറഞ്ഞത് നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് റെഡി ആയി കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ അങ്ങോട്ട് മാറ്റി വെച്ചേക്കുക. അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ. ആ ചൂടൊക്കെ ഒന്ന് പോയി അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി റെഡിയായി വരണം എന്നുണ്ടെങ്കിൽ അത് കുറച്ച് സമയം ഇരിക്കണം എന്നാണ് പറഞ്ഞത്. റെഫ്രിജറേറ്റ് ചെയ്യേണ്ട, വെറുതെ ജസ്റ്റ് റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി.
ഇപ്പം നമ്മുടെ കേക്ക് റെഡിയായി. ഇതാ ഇങ്ങനെ നല്ല, പക്ഷേ ഷെഫ് പറഞ്ഞു ഇത്തിരി ഹാർഡായിരിക്കും എന്ന്, ഒരു ബ്രൗണി ടെക്സ്ചർ പറഞ്ഞു. പക്ഷെ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ സോഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ഒരു മോയ്സ്ചറൊക്കെ എനിക്ക് കാണുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. ഹാർഡാണ്. ഓക്കെ, ബ്രൗണിയുടെ അത്ര ഹാർഡല്ല. ബ്രൗണി എന്ന് പറയുന്നത് അതിനകത്ത് വാട്ടർ ഓയിൽ പെർസെൻറ്റേജ് ഒക്കെ കുറവാണ്, ചോക്ലേറ്റ് കൂടുതൽ. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ ഇത്രയും സോഫ്റ്റ് ആയി വരാൻ ഒരു കാര്യം കൂടി ഉണ്ടല്ലേ, ഒരു യൂഷ്വൽ പ്രൊസീജിയർ അല്ല നമ്മൾ ചെയ്തേക്കുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡിലാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അത് തന്നെയാണ് ഇതിനൊരു ഹ്യൂമിഡിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതെ അതെ, ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ ബട്ടർ ലാസ്റ്റാണ് ചേർത്തത്. അപ്പോൾ ഷെഫ് പറയുന്നത് ഷെഫിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, ഷെഫ് ഉണ്ടാക്കുന്ന കേക്ക്സൊക്കെ എപ്പോഴും ബട്ടർ ആണെങ്കിലും ഓയിലാണെങ്കിലൊക്കെ അത് ലാസ്റ്റ് ചേർക്കുള്ളൂ. അത് ആ കേക്കിന് കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ്സും മോയ്സ്ചറൊക്കെ തരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഗണാഷും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കേക്ക് റെഡിയായി ചെയ്യാം. നമ്മുടെ ഇഷ്ടം പോലെ ചോക്ലേറ്റ്, അതിനളവൊന്നുമില്ല, എത്ര വേണമെങ്കിലും. പക്ഷെ ഇത് കുറെ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് കൂടി ഒക്കെ പോണല്ലോ, അപ്പോഴാണല്ലോ ചോക്ലേറ്റ് ആണ് ഇങ്ങനെ വരണം എല്ലാ സൈഡിലും അല്ലേ. അപ്പോൾ അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹാ, ആ ബട്ടർ ചേർത്തതുകൊണ്ടായിരിക്കും അല്ലേ ഇത്ര ഗ്ലോസി കിട്ടുന്നത് അല്ലേ. സൈഡ്സിലൊക്കെ നമ്മൾ കവർ ചെയ്യും, ഇല്ല ഇങ്ങനെ വിടും, ഇങ്ങനെ ഇരുന്നാൽ മതി. ഓക്കെ, ഒരു ഹോംലി ഫീല് വേണം കേക്കിന്. അതെ, ഇത് വീട്ടിലെ വീട്ടമ്മമാർക്ക് ഉണ്ടാക്കാൻ പോകുന്ന കേക്ക് ആയതുകൊണ്ട് ഒരു ഹോംലി ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഷെഫ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ എന്തെങ്കിലും കാണിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. ആ, അത് കൊള്ളാലോ. പക്ഷെ അതിനൊക്കെ കുറച്ച് പ്രാക്ടീസ് വേണം അല്ലേ. ഒന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ കേക്ക് കാണിക്കുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഇത്രയും ഗാർണിഷിംഗ് ഒക്കെ മതി. അത് ഇത്ര ചെയ്യുമ്പോഴത്തേക്കും തന്നെ കുട്ടികളൊക്കെ വന്ന് വാരിയെടുത്തോട്ട് പൊയ്ക്കോളും. അതല്ല, ഇവിടെ വന്ന് കഴിക്കാനാണെങ്കിൽ ഷെഫിൻ്റേതായിട്ടുള്ള സ്പെഷ്യൽ ഗാർണിഷിംഗ് ഒക്കെ കൂടുതൽ ചേർത്ത് തരും അല്ലേ ഷെഫ്? തീർച്ചയായും. അപ്പോൾ ചോക്ലേറ്റ് ജിഞ്ചർ കേക്ക് വിത്ത് ചോക്ലേറ്റ് ഗണാഷ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കഴിച്ച് നോക്കിയിട്ട് ഞങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മൾ പുതിയ കേക്കുകളുമായി കേക്ക് മേളയിലൂടെ കാണാം.